ഞാനൊക്കെ ചിന്തിക്കാറുണ്ട്, ഫേസ്ബുക്ക് തുറക്കുമ്പം കാണാം ഓനോളും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്. സ്നേഹത്തിന്റെ, കുളിരിന്റെ, ബന്ധത്തിന്റെ, ഈ അടുപ്പത്തിന്റെ 14 സംവത്സരങ്ങൾ. ആരാപ്പോ? ഓനോളും ഓലെ വെഡിങ് ആനിവേഴ്സറി. നിങ്ങൾ സന്തോഷത്തിലാന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ട് എന്താ കാര്യം? ഇനി ഓളെ എന്നെയും ബോധ്യപ്പെടുത്തി തന്നാ മതി, നിങ്ങൾക്ക് കൂലിയാണ്. ഞാനൊരു ലൈക്ക് ഇട്ടതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല പടച്ചോന്റെ അടുത്ത്. കാരണം എന്താ, അന്നായിക്ക് ഓനോളൊന്ന് നല്ലോണം നിന്ന് അതുവരെ തമ്മിൽ അടിയായി. ഇതൊക്കെ അപ്പൊ ദുനിയാവ്. എല്ലാവർക്കും സോഷ്യൽ മീഡിയയും ഫേസ്ബുക്കും വാട്സപ്പും കുടുംബങ്ങളും ഇതൊന്നും വേണ്ട, എല്ലാം ഒരു അഭിനയം മാത്രം. ക്യാമറ കണ്ട മനുഷ്യൻ അപ്പൊ അഭിനയിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ആ ക്യാമറന്റെ മുൻപിലുള്ളതൊന്നും യാഥാർത്ഥ്യാന്ന് വിശ്വസിക്കരുത്. എത്ര ടിക്ടോക്ക് താരങ്ങൾ ആത്മഹത്യ ചെയ്തു, എത്ര ഇൻസ്റ്റഗ്രാം റീൽസുകൾ ആത്മഹത്യ ചെയ്തു. ഇനി അത് നമ്മക്കും ആ അഭിനയമോ മനോഭാവം ഉണ്ടോന്ന് അറിയണമെങ്കിലേ വീഡിയോ കവറേജ് ഉള്ള ഒരു പൊരേ ചെന്നാ മതി കല്യാണത്തിന്. അതുവരെ വാരി വലിച്ചു തിന്നാൻ കവറേജ് ഇങ്ങനെ വരുമ്പം സാധാരണ തിന്നും. എന്താ അഭിനയ? അതിന്റെ മുൻപിലുള്ളത് യാഥാർത്ഥ്യമല്ല. പെൺകുട്ടിയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം, ഇത് യാഥാർത്ഥ്യാന്ന് കരുതി പരക്കം പായ. ഉള്ള ഫിൽറ്റർ ഇട്ട് ടോനിങ്ങോട്ട് വെളുപ്പിച്ച് ഓടെ കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് ഗർഭിണിയാക്കി തിരിച്ചുണ്ടെച്ചാക്കുമ്പോഴാ ടിക്ടോക്ക് കുറ്റക്കാരെ. ഇതൊക്കെ കാലഘട്ടത്തിൽ മക്കൾക്കും കുടുംബത്തിനും പറയിച്ചു കൊടുക്കേണ്ടതിന് പകരം നമ്മൾ എന്നെ തോണ്ടി തീർക്കുന്ന സമയത്തിന്റെ ഉള്ളിലാണെങ്കിൽ ഒരു ഭാഗത്തു കൂടി കുടുംബം അങ്ങനെ ഒലിച്ചു പോകുന്നുണ്ടാവും. അതിന് നമ്മൾ ഒരുമിച്ച് നിൽക്കണം, ബന്ധത്തിന്റെ വില അറിയണം.